എന്താ പറയുക, നമ്മൾ ഈ ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര ഹാപ്പിനെസ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യണ ഒരു മെയിൻ സംഭവമാണ്. നമ്മൾ പുലരി വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ പുലരിക്ക് കറക്റ്റ് ഒരു ആ ഒരു ഫീല് കൊടുക്കുന്നത് ആ ഫ്ലൂട്ടിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഗുണമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ആർട്ടിസ്റ്റാണ്. വല്ലാത്തൊരു വൈബ്രേഷൻ ആണല്ലേ. അതൊക്കെ അത് ഓരോ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഫ്ലൂട്ട് എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിലോട്ട് പെട്ടെന്ന് കയറാൻ പറ്റിയ ഫ്ലൂട്ട്, വയലിൻ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത്രയും പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല, തുളച്ചും കയറും. അതെ അതെ. ജോസേട്ടാ, ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം അതിലെ സിംഗറിനെ ഓർക്കും, പിന്നെ അത്യാവശ്യം നമ്മൾ മ്യൂസിക് ഡയറക്ടറിനെയും ലിറിസിസ്റ്റിനെയൊക്കെ ഓർക്കാറുണ്ട്. പക്ഷേ ഈ പിന്നണിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ, എനിക്ക് തോന്നുന്നു അധികം പേരും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത് റഹ്മാൻ വന്നതിന് ശേഷമാണ് ആർട്ടിസ്റ്റുകളെ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ചിലപ്പോൾ സത്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ക്രെഡിറ്റ്സ് കൊടുക്കാൻ തുടങ്ങി. അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടെ മാത്രമുള്ളൊരു കാര്യമായിരുന്നു. മുമ്പ് പുറത്തുള്ളവരെല്ലാവരും വായിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും അറിയാം.